ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് ഡയമണ്ട് മണി എന്ന ഡി മണിയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദുരൂഹ ഇടപാടുകളിൽ ഡി മണിയെ SIT ചോദ്യം ചെയ്യുകയാണ്. ഡി മണിയുടെയും കൂട്ടാളി ശ്രീകൃഷ്ണനെയും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. ഇരുവരുടെയും ചെന്നൈയിലെയും ദിണ്ടിഗലിലെയും ഓഫീസുകളിലും വീടുകളിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. എന്നാൽ ശബരിമലയുമായി ഒരു ബന്ധവുമില്ലെന്ന് ഡി മണി 24നോട് പറഞ്ഞു. തന്റെ ഫോൺ നമ്പർ ആരോ മിസ്യൂസ് ചെയ്യുന്നു, അതേക്കുറിച്ചാണ് SIT ചോദിച്ചതെന്നും ഡി மணி പറയുന്നുണ്ട്. ஆദ്യം ആ പ്രതികരണത്തിലേക്ക്. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, இப்போ என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வெரிஃபை வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க என் நம்பர் வந்து அவங்க இன்னொருத்தர் பேர்ல என் நம்பர் இருக்கு. அவரு என்ன பண்ணிருக்காரு, அவரு ஏதோ பண்ணிருக்காரு. என் நம்பர் அவங்க பேர்ல இருக்கனால அவங்க யாருன்னு கேக்குறாங்க. வேற ஒண்ணும் கிடையாது. அது எதுவும் ராங் மெசேஜ் எல்லாம் போட வேண்டாம், எதுவுமே கிடையாது. நான் வெளியே வந்து நான் சொல்றேன். ஓகேவா? മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ആദ്യം വിവരങ്ങളുമായി ചെയ്തു. മനീഷ്, ഇപ്പോൾ ഈ ഡി മണിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും സ്വയം പ്രതിരോധിച്ചുകൊണ്ടായിരിക്കും മറുപടി പറയുക. ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല, ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒന്നും ചോദിച്ചില്ല. ഒരു നമ്പർ തന്റെ പേരിൽ ആരോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ നിന്ന് SIT ഇങ്ങ് ദിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്തതെന്നാണ്. എന്താണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എത്ര നേരം ഈ വീടുകളിലും ഈ പറയുന്ന സ്ഥാപനങ്ങളിലും SITയുടെ റെയ്ഡ് തുടർന്നു? എത്ര നേരം ഡി മണി ചോദ്യക്കൂട്ടിലായിരുന്നു? മനീഷ്. സുഹൈല്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഡി മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്പസമയം മുമ്പ് ഡി മണിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഡി മണി പറയുന്നത് തൻ്റെ നമ്പർ, അതായത് തൻ്റെ കൈവശം ഇരിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണ്. അത് ട്രൂ കോളറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അല്ലമീൻ എന്ന് പറയുന്ന ഒരു പേരിലാണ് ആ നമ്പർ ഇരിക്കുന്നത്. ആ നമ്പർ മറ്റൊരാൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. തൻ്റെ പേരിലല്ല ആ നമ്പർ ഉള്ളത്, മറ്റൊരാളുടെ പേരിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് SIT കാര്യമായി ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട തനിക്ക് തന്നോട് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഡി മണി പറയുന്നത്. മാത്രമല്ല, പുറത്തിറങ്ങുമ്പോൾ വിശദമായിട്ട് കാണാം എന്നൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദീകരണം എന്തായാലും ഡി മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ, അത് താൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് SIT ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ പരിശോധന നടത്തിയെന്ന് പറയുന്ന ഇടം, അത് എന്ത് ഇടമാണ്, എന്ത് ഓഫീസാണ്, എന്താണ് ഈ പറയുന്ന മണിയുടെ അവിടുത്തെ ബിസിനസ്? നിലവിൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദിണ്ടിഗലിൽ ഒരു ഓഫീസുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ SIT സംഘം എത്തിയിട്ടുള്ളത് അവിടെയാണ്. അവിടെ വെച്ചാണ് ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും എല്ലാം നടക്കുന്നത്. ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അവിടെ ഫിനാൻസ് സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഡയമണ്ട് വ്യാപാരമുണ്ട് ഇയാൾക്ക് എന്നുള്ളതാണ്. ഈ ഡി മണിക്ക് ഡയമണ്ട് വ്യാപാരമുണ്ട്. അത് വിരുദനഗർ കേന്ദ്രീകരിച്ചാണ്. മാത്രമല്ല, ചെന്നൈ കേന്ദ്രീകരിച്ചും നിരവധി ബിസിനസ്സുകൾ ഇയാൾക്കുണ്ട് എന്നുള്ള കാര്യവും കൂടി അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ എന്തായാലും SIT സംഘം നഗറിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഈ പറഞ്ഞ ദിണ്ടിഗലിലും എല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ ഡി മണിയുടെ വീട്ടിലുൾപ്പെടെ SIT സംഘം പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 1-2 മണിക്കൂറുകളായി ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡി മണി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡി മണിയുടെ സുഹൃത്തായിട്ടുള്ള ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെയായി ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നിപ്പോൾ ഡി മണിയെ നേരിട്ടെത്തി മൊഴിയെടുക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് SIT സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോൺ വഴി ഡി മണിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. ഡി മണിയിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ, ഒരു മൊഴിയെടുപ്പാണ് എന്തായാലും ഇന്നിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ തന്നോട് SIT ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ഫോൺ നമ്പർ മാത്രം, അത് താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണ്. അത് ആരാണ്, അയാളുടെ വിശദാംശങ്ങൾ മാത്രമാണ് ചോദിച്ചത് എന്നാണ് ഡി മണി പറയുന്നത്. അതായത് തന്റെ ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഡി മണി പറയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും തന്നോട് ചോദിച്ചിട്ടുള്ളൂ എന്നതാണ് പറയുന്നത്. പുറത്തിറങ്ങിയാൽ ഇതിന്റെ വിശദീകരണം തരാം എന്നുള്ളൊരു കാര്യവും ഡി മണി പറയുന്നുമുണ്ട്. എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ ഡി മണിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പക്ഷേ SIT സംഘത്തെ സംബന്ധിച്ച് ഡി മണി എന്ന് പറയുന്ന ഒരു പേരാണ് ഏറ്റവും ഒടുവിലായി ഈ കേസിലേക്ക് വന്നിട്ടുള്ളത്. അത് പ്രവാസി വ്യവസായി നൽകിയ ഒരു പേര് മാത്രമല്ല, കൃത്യമായ വിവരങ്ങൾ പ്രവാസി വ്യവസായി ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്ത് ഇടപാടുമായി ബന്ധപ്പെട്ട ഈ ഡി മണിയെ കണ്ടിരുന്നുവെന്നും
ഒരുപാട് പണം ഇദ്ദേഹത്തിന്റെ കൈവശം വാഹനത്തിൽ ഉണ്ടായിരുന്നു, ഈ ഡീമണിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. 2020 ഒക്ടോബർ 26-നാണ് ഈ ഒരു സംഭവം നടന്നത്. അങ്ങനെയാണ് ആ പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡീമണിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നിലവിൽ ഈ കേസിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം അല്ലെങ്കിൽ ഒരു ഒടുവിലത്തെ കണ്ണി എന്ന് പറയുന്നത് ഈ ഡീമണിയും സഹായിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ശ്രീകൃഷ്ണനുമാണ്. അപ്പോൾ ഇവരിൽ നിന്ന് വേണം ഇനി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഈ പറഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. പക്ഷേ എന്തായാലും ഡീമണി പറയുന്നത് തന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെ SIT ചോദിച്ചിട്ടില്ല. തന്റെ നമ്പർ മറ്റൊരാളുടെ പേരിലുള്ള നമ്പറാണ്, ആ നമ്പർ എന്താണ് ആ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നും ആ മറ്റേ ആൾ, അതായത് നമ്പർ എടുത്ത ഈ പേരിലുള്ള നമ്പർ, ഈ നമ്പറിന്റെ പേരിലുള്ള ആൾ ആരാണ് എന്ന കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെന്നും പറയുന്നു. എന്തായാലും വിശദമായി ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പറയും ഡീമണി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളോട് പ്രതികരിക്കുമ്പോഴും ഡീമണി പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ്, വിശദമായി സംസാരിക്കാം എന്നാണ്. ഇപ്പോൾ നിലവിൽ ഡീമണിയെ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അല്പസമയങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ ഈ ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ ഡീമണിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് SIT സംഘം ആ ഒരു ശ്രമം കൂടി അല്ലെങ്കിൽ ആ ഒരു നീക്കം കൂടി SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൈൽ, എന്തായാലും ഒരു നമ്പർ മിസ്യൂസ് ചെയ്തതിന്റെ പേരിലായിരിക്കില്ല SIT അവിടെ തമിഴ്നാട് വരെ എത്തി ഡീമണിയെ കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. എന്തായാലും നമുക്ക് പ്രതികരണങ്ങൾ ഉടൻ തന്നെ വരും. എന്തൊക്കെ കാര്യങ്ങൾ SITക്ക് ഇവിടെ നിന്ന് ലഭിച്ചു നടക്കുമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.